ആഗോള പ്രതിസന്ധികൾക്കിടയിലും ഭാരത സമ്പദ് വ്യവസ്ഥ മെച്ചപ്പെട്ട കരുത്തിലേക്ക്. നടപ്പു സാമ്പത്തിക വർഷത്തിൽ രാജ്യം മികച്ച വളർച്ച നേടുമെന്ന് കേന്ദ്ര ധനമന്ത്രാലയത്തിന്റെയും അന്താരാഷ്ട്ര നാണയനിധിയുടെയും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ സംബന്ധിച്ച് ശുഭകരമായ വാർത്തകളാണ് പുറത്തുവരുന്നത്. 2026-27 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യ 7 മുതൽ 7.4% വരെ വളർച്ച കൈവരിക്കുമെന്ന് കേന്ദ്ര ധനമന്ത്രാലയത്തിന്റെ സാമ്പത്തിക അവലോകന റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. കഴിഞ്ഞ സാമ്പത്തിക വർഷം കൈവരിച്ച 7.6% വളർച്ചയുടെ തുടർച്ചയാണിത്. അന്താരാഷ്ട്ര നാണയനിധിയും ഇന്ത്യയുടെ വളർച്ചാ പ്രവചനം 6.5% ഉയർത്തിയിട്ടുണ്ട്. ജനുവരിയിലെ കണക്കുകളേക്കാൾ 0.1% വർധനവാണിത്. സർക്കാർ നടത്തുന്ന വലിയ തോതിലുള്ള നിക്ഷേപങ്ങളാണ് ഇന്ത്യയുടെ സാമ്പത്തിക അടിത്തറ ഭദ്രമാക്കുന്നത്. ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ അമേരിക്കൻ നികുതി 50%-ൽ നിന്നും 10% കുറച്ചത് കയറ്റുമതി മേഖലയ്ക്ക് വലിയ ആശ്വാസമാണ്. സ്ഥിരതയുള്ള സാമ്പത്തിക വ്യവസ്ഥയും മികച്ച നയരൂപീകരണങ്ങളും വളർച്ചയെ കൂടുതൽ വേഗത്തിലാക്കുന്നു. ശുഭപ്രതീക്ഷകൾക്കിടയിലും ചില കാർമേഘങ്ങൾ പടരുന്നുണ്ട്. പശ്ചിമേഷ്യൻ യുദ്ധം മൂലം എണ്ണ, വളം വിതരണത്തിൽ ഉണ്ടാകാനിടയുള്ള തടസ്സങ്ങൾ ഇന്ത്യയെ ബാധിച്ചേക്കാം. ആഗോള സംഘർഷങ്ങൾക്കൊപ്പം കാലാവസ്ഥാ വ്യതിയാനവും ആശങ്കയുണ്ടാക്കുന്നു. എൽ നിനോ പ്രതിഭാസം മൂലം തെക്ക് പടിഞ്ഞാറൻ കാലവർഷം കുറയാൻ സാധ്യതയുണ്ടെന്ന് ധനമന്ത്രാലയം മുന്നറിയിപ്പ് നൽകുന്നു. ഇത് കാർഷിക ഉൽപ്പാദനത്തെ ബാധിക്കുവാനും ഭക്ഷ്യവസ്തുക്കളുടെ വില വർദ്ധിക്കുവാനും ഇടയാക്കും. ജനം, ഡൽഹി.